ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിറ്റ്കോയിൻ ഹാവിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ബുൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കുറേ ടോക്കൺസിനെ കുറിച്ച് ഓരോ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഈ ടോക്കൺ നല്ലതാണ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പല ടോക്കൺസിനെ കുറിച്ച് നല്ലതാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലോടുകൂടി എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ ഫിനാൻഷ്യൽ അഡ്വൈസ്മെന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് പല ടോക്കൺസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഞാനിപ്പം ഈ ഒരു പേജ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം കാർഡാനോ, ഞാൻ ബുള്ളിഷാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഓൾട്ട് കോയിൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഓരോ വീഡിയോസ് ഞാനും ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ എല്ലാവരും ബുള്ളിഷാണെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഫോബ്സ് ഇന്ത്യയിൽ റീസെൻ്റ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ വന്നത്. സോ അത് എനിക്ക് അത് കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങളിലും കൂടി എത്തിക്കണം എന്ന് തോന്നി. സോ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യൂഷ്വലി എപ്പോഴും പറയും എത്തീരിയം ബിറ്റ്കോയിനും ആണ് മെയിൻ, ബാക്കിയെല്ലാം ആൾട്ട് കോയിൻസ് ആണ്. സോ അത് കിട്ടി എന്നുള്ള ലെവലിലാണ് പറയുന്നു പറയും. അതിൽ നമ്മൾ കുറേ ടോക്കൺസ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ പറയാറുണ്ട്, റിസ്ക് ഇല്ലാത്ത ടോക്കൺസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയൊക്കെ നമ്മൾ മൊത്തത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ന്യൂസ് എൻ്റെ കണ്ണിൽപ്പെട്ടതും. സോ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് മൊത്തത്തിലെ ന്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിലെ കുറച്ച് പോയിന്റ്സ് മാത്രം, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ന്യൂസ് കൊടുത്തതെന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഫോബ്സ് ഇന്ത്യയിൽ വന്ന പബ്ലിക്കേഷൻസിൽ വന്നത്, അവർ പറയുന്നത് ക്രിപ്റ്റോ $1 ബില്യൺ സോംബീസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നേക്കുന്നത്. സോ ഈ $1 ബില്യൺ സോംബീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ഫോർ നത്തിങ് ബ്ലോക്ക് ചെയിൻസ് ആണ്. നമുക്കറിയാം ബ്ലോക്ക് ചെയിൻസ് എന്ന് പറഞ്ഞാൽ എത്തീരിയം ഉണ്ട്, അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ഉണ്ട്, മാറ്റികൻ, എല്ലാത്തിനും പോളിഗൺ ഓരോത്തിനും ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്, ലെയർ വൺസ് ഉണ്ട്, അവരുടേതായ ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്. സോ അതിനകത്ത് ഒന്നിനും കൊള്ളാത്ത എന്നാൽ നല്ലതെന്ന് പറയുന്ന ഒരു 20 ബ്ലോക്ക് ചെയിൻ ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഗുഡ് ഫോർ നത്തിങ് ബ്ലോക്ക് ചെയിൻസ്. സോ ഇവർ പറഞ്ഞതുകൊണ്ട് ഇതിലൊന്നും ഒരു പൊട്ടൻഷ്യൽ ഇല്ല എന്നുള്ളതല്ല. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ കാർഡാനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ XRP കുറിച്ചും മോൾഗാനറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അവർ പറയുന്നത് ഇതൊക്കെ ഒരു ലെയർ, നമ്മളെല്ലാവരും പറയുന്നത് ഇതൊക്കെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടോക്കണാണ്, നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി റിട്ടേൺസ് തരുന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അവർ പലതും ഒരു 20 ബ്ലോക്ക് ചെയിൻ, അങ്ങനെ നമ്മൾ പോപ്പുലറായിട്ട് പറയുന്ന ഒരു 20 റിസ്ക് ഇല്ലാണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു 20 ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ടാണ് അവർ ഈ ഒരു ആർട്ടിക്കിൾ കൊടുത്തേക്കുന്നത്. സോ ഇത് വലിയൊരു നീണ്ടിട്ടുള്ള ആർട്ടിക്കിളാണ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയണമെന്നുള്ളതൊക്കെ ഈ ഒരു ഇമേജാണ് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ഒരു പേജിൽ എടുത്തേക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ആർട്ടിക്കിളിൽ എന്തുകൊണ്ടാണ് അവർ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞത് എന്നുള്ളതിൻ്റെ റീസൺ ഞാൻ ഇവിടെ ഷോർട്ട് ചെയ്തിട്ടൊരു ഡോക്യുമെന്റ് വായിച്ചിട്ട് മനസ്സിലാക്കി ഡോക്യുമെന്റ് ആക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പേര് എന്തുകൊണ്ടാണെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യം 20 ബ്ലോക്ക് ചെയിൻ ഏതൊക്കെയെന്ന് പറയാം. അതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയണത് സ്പെക്കുലേറ്റീവ് നേച്ചർ എന്നാണ് പറയുന്നത്. ഈ ടോക്കൺസ് എല്ലാം പറയുന്നത് ബ്ലോക്ക് ചെയിൻ, നമുക്കറിയാം ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു സ്പെക്കുലേഷൻ്റെ പുറത്ത് വരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. മറ്റേ ഒരുപാട് അപ്ലിക്കേഷൻസ് വരും, ഇത് വന്നു കഴിഞ്ഞാൽ നല്ല സംഭവമാണ്, നല്ല രീതിയിൽ ഡാപ്പ് വരും, അങ്ങനെ പണ്ടാണ്. സോ അങ്ങനത്തെ ഭയങ്കര രീതിയിലൊരു സ്പെക്കുലേഷൻസ് കൊണ്ട് നിലനിൽക്കുന്ന കുറച്ച് ടോക്കൺസ് എന്നുള്ള രീതിയിലാണ് ഇവർ 20 ബ്ലോക്ക് ചെയിനെ കൺസിഡർ ചെയ്തേക്കുന്നത്. പിന്നെ ലിമിറ്റഡ് യൂസേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് ആണ് പറയുന്നത്. ലിമിറ്റഡ് യൂസേഴ്സ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വാല്യുവേഷൻ എടുത്ത് ഭയങ്കര സംഭവമാണ്, ഒരുപാട് ആപ്പ് വരുന്നതുകൊണ്ട് ഒരുപാട് പേര് സ്പെക്കുലേറ്റ് ചെയ്ത് ഭയങ്കര ബുള്ളിഷായിരിക്കുമ്പോഴും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റിയൽ ആയിട്ട് അതിനകത്തോട് ട്രാൻസാക്ഷൻ നടത്തുന്നത് മറ്റുള്ള രീതിയിലുള്ള ഡെക്സിലൂടെ ആണെങ്കിലും ഏതിലൂടെ ആണെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്നതെല്ലാം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നം തന്നെയായിട്ടാണ് പറയുന്നത്. പിന്നെ സബ്സ്റ്റാൻഷ്യൽ മാർക്കറ്റ് വാല്യൂസ്, നമുക്കറിയാം ഏകദേശം ക്രിപ്റ്റോ ഭയങ്കര വലിയ രീതിയിൽ വാല്യുവേഷൻ നടക്കുന്നുണ്ട്. ഓവറോൾ ക്രിപ്റ്റോ മാർക്കറ്റ് നിങ്ങളിപ്പോൾ ജസ്റ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഭയങ്കര രീതിയിലൊരു ഓവറോൾ മാർക്കറ്റിൽ ഭയങ്കര രീതിയിൽ ക്രിപ്റ്റോ, നമുക്ക് പറയാം ഗോൾഡിൻ്റെ കേസാണ്, ഇവിടെ മാത്രം പറയേണ്ടതുണ്ടോ, ഏകദേശം മാർക്കറ്റ് ക്യാപ്പ് 2.29 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് ഇപ്പോൾ ക്രിപ്റ്റോയിലുള്ളത്. സോ ഇത്രയും വലിയൊരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതിൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ കേസ്, ഈ 20 ബ്ലോക്ക് ചെയിൻസിൻ്റെ ഇത് മാത്രം 116 ബില്യണേക്കാട്ടിലും വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു 20 ബ്ലോക്ക് ചെയിൻ 116 ബില്യണേക്കാട്ടിലും വലിയ വാല്യുവേഷനിലാണ് നടക്കുന്നത് പറയുന്നത്. സോ നല്ല രീതിയിലൊരു വാല്യുവേഷൻ ഒക്കെ ഈ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിന് ഈ 2.2ലേക്ക് ഈ പറഞ്ഞ 2.29 എന്ന് പറഞ്ഞതിലേക്ക് മീൻസ് ആ ഒരു മാർക്കറ്റ് ക്യാപ്പ് കൊണ്ടുവരാൻ വേണ്ടി കാരണക്കാരനാകുന്ന ഒന്നിനും കൊള്ളാത്ത കുറച്ച് ബ്ലോക്ക് ചെയിൻ എന്നാണ് ഇവരിത് പറയുന്നത്. പിന്നെ പറയുന്നത് ലോ റവന്യൂ ഫീസ് ആണ്. അതിപ്പോൾ നമുക്കറിയാം തീരത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ കത്തി ഫീസ് കൊടുക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം. ബിറ്റ്കോയിനകത്ത് ഫീസ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ടോക്കൺ ഫീസ് ഉണ്ട്. സോ ഇവിടെ ലൈറ്റ് കോയിൻ, ബിറ്റ്കോയിൻ ക്യാഷ് ഒക്കെ ഈ പറഞ്ഞ 20 ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഒരു ടോക്കണാണ് ലൈറ്റ് കോയിനും ബിറ്റ്കോയിൻ ക്യാഷ് ഒക്കെ. സോ ഇവർക്കൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് വലിയ സംഭവങ്ങൾ പറഞ്ഞിട്ട് ഇതിനകത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് 2023 ജനറേറ്റ് ചെയ്ത റവന്യൂ വളരെ കുറവാണെന്നാണ് പറയുന്നത്. കാരണം ഫീസിൽ നിന്നും, അതായത് ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫീസിൽ നിന്നും റവന്യൂസും കുറവാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. വേറൊന്ന് പിന്നെ ഒന്ന് ഹാർഡ് ഫോർക്ക് ഒറിജിൻസ് ആണ്. ഹാർഡ് ഫോർക്ക് നമുക്കറിയാം പല ആൾക്കാർ ഇപ്പം ബിറ്റ്കോയിൻ്റെ കേസിൻ്റെ ബിറ്റ്കോയിൻ ക്യാഷ് ആണ്, അതുപോലെ തന്നെ മേജർ ബ്ലോക്ക് ചെയിൻസ് ഇത് ശരിയല്ല, നിങ്ങളിപ്പോൾ ഫോർക്ക് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞങ്ങൾ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് പോവുകയാണെന്ന് കമ്മ്യൂണിറ്റി പറയുമ്പോൾ ഇല്ല ഞങ്ങൾ പ്രൂഫ് ഓഫ് വർക്കിൽ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറേ ബ്ലോക്ക് ചെയിൻസ് വീണ്ടും അവരുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരും. അങ്ങനെ പറഞ്ഞ് അവർ സെപ്പറേറ്റ് ആയിട്ട് ടോക്കൺ ആവും, പക്ഷേ അതിനകത്ത് മറ്റുള്ള വേറെ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് നടക്കാറില്ല എന്നാണ് പറയുന്നത്. സോ അതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. ഹാർഡ് ഫോർക്ക് ഒറിജിൻസ് പറഞ്ഞാൽ മെനി ആർ റിസൾട്ടഡ് ആൻഡ് ഹാർഡ് ഫോർക്ക് ഫ്രം മേജർ ബ്ലോക്ക് ചെയിൻസ് ലൈക്ക് ബിറ്റ്കോയിൻ, എത്തീരിയം
ഡിസഗ്രിമെന്റ് ഓഫ് ഡെവലപ്പർ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒത്തുചേരാത്തതുകൊണ്ടാണ് അവർ പുതുതായിട്ട് ടോക്കണായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ജനറേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വലിയ രീതിയിൽ ഡെവലപ്മെന്റ് നടക്കാറുമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നെ ഡെവലപ്പർ എൻഗേജ്മെന്റ്, അതായത് ഇപ്പം ഇവരിങ്ങനെ പറഞ്ഞു ഈ ഒരു ഹാർഡ് ഫോർ കോഴ്സസ് ഇത്രയും പറയും ഡിസഗ്രിമെന്റ് ആയിട്ട് കുറേ ഡെവലപ്പേഴ്സ് സമ്മതിക്കില്ല എന്ന് കൊണ്ട് മാറി വന്നിട്ടും അതിനകത്ത് ഒരു രീതിയിലും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലൈറ്റ് കോയിൻ എന്ന് പറയുന്നത്. 20 ബ്ലോക്ക് ചെയിനിൽ ഒന്നാണ് ലൈറ്റ് കോയിൻ എന്ന് പറയുന്നത്. സഫർ ഫ്രം എ ലാക്ക് ഓഫ് ആക്റ്റീവ് ഡെവലപ്പേഴ്സ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് കണ്ടിന്യൂ എക്സിസ്റ്റൻസ് ഡിസ്പൈറ്റ് ലോ യൂട്ടിലിറ്റി. റിപ്പിളിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഒരു ഇന്നത്തെ റിപ്പിൾ എല്ലാവരും ഭയങ്കര പൊട്ടൻഷ്യലാണ്. റിപ്പിളിനെ കുറിച്ച് പറയുന്നത് ഒരുപാട് ഫണ്ട് ഉണ്ട്. entities like Ripple having significant fund allowing them to continue operation and marketing despite the lack of substantial user adoption or technological advance. അത് ഫണ്ട് ഉണ്ടെങ്കിലും വലിയ രീതിയിൽ ആൾക്കാർ ഉണ്ട് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഡിസ്പൈറ്റ് ലോ യൂട്ടിലിറ്റി. ഒരുപാട് കാര്യങ്ങളുണ്ട്, യൂട്ടിലിറ്റി ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിലൊരു പൈസ ഉണ്ടെങ്കിലും ഉപയോഗിക്കാം, നമുക്ക് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, അത് ചിലവാക്കാറാണെന്നുള്ള രീതിയിൽ വരുന്നുള്ളൂ. സോ അതില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റ്, നമുക്കറിയാം ബ്ലോക്ക് ചെയിൻ എത്തീരിയത്തിനൊക്കെ ഭയങ്കരമായിട്ട് തിരിച്ചു ആ ലെവലിലേക്ക് വരും എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പണ്ട് പെർഫോം ചെയ്തതുകൊണ്ട് ഇനിയും നമ്മളിപ്പോൾ ഏത് ടോക്കൺ ആണെങ്കിലും അടുത്ത ബിറ്റ് കോയിൻ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പറയാം. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി വന്നതുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഹൈ മാർക്കറ്റ് വാല്യുവേഷൻ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ലിമിറ്റഡ് യൂട്ടിലിറ്റി കുറവാണെങ്കിലും ബ്ലോക്ക് ചെയിൻസ് മെയിൻറ്റെയിൻ ഹൈ മാർക്കറ്റ് വാല്യുവേഷൻ ടു ദ ഓവറോൾ ലിക്വിഡിറ്റി ഇൻ ദ, അതായത് ഇത്രയും വലിയ നമുക്ക് പറയാം മൊത്തത്തിൽ ക്രിപ്റ്റോ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ 2.29 ട്രില്യൺ ആണ് ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയും. സോ അതിൽ ഏകദേശം 116 ബില്യണും ഈ ടോക്കണാണ്. അപ്പോൾ ആ ഒരു പേരിനും ആൾക്കാർ സംഭവം ഭയങ്കരമാണെന്നുള്ള ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി ഈ ടോക്കൺ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ രീതിയിൽ ഫണ്ടമെൻ്റൽ ആയിട്ടൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ റെഗുലേറ്ററി ആൻഡ് സ്ട്രക്ചറൽ ഫ്രീഡം എന്ന് പറയുന്നുണ്ട്. അതായത് ബ്ലോക്ക് ചെയിൻസ് എന്താ പറയുക ബിസിനസ് മോഡൽ മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ഫസ്റ്റ് തന്നെ ICO എന്നുള്ള ലെവലിലൊക്കെ വരും. അതൊരു പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ വലിയ ഇൻവെസ്റ്റേഴ്സ് ആദ്യത്തെ സമയത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ICOയും IDO ഒക്കെ നടത്തിയിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനും മറ്റുള്ള ആൾക്കാർക്കും രീതിയിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് ഇവിടെ കാണാം. സം ആർ ക്രിട്ടിസൈസ്ഡ് ഫോർ ദ ഫൈനാൻഷ്യൽ മോഡൽസ്, അതായത് ഫൗണ്ടേഴ്സിനും അതിൻ്റെ മെയിൻ ആൾക്കാർക്കും സെയിൽസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നോക്കിയിട്ട് കുറേ ടോക്കൺസ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ഇവർ പറയും, മീൻസ് ഇത് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് ബുൾ മാർക്കറ്റിൽ നമുക്ക് ടോപ്പായിട്ട് എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ടോക്കണെ കുറിച്ച് പറയുമ്പം അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് തോന്നിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇവർ പറയുന്ന 20 ബ്ലോക്ക് ചെയിൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ XRP ഉണ്ട്, കാർഡാനോ ഉണ്ട്, ബിറ്റ് കോയിൻ ക്യാഷ്, ലൈറ്റ് കോയിൻ, ICP, എത്തീരിയം ക്ലാസിക്, സ്റ്റെല്ലാർ, XLM പറയും, സ്റ്റാക്സ്, കാസ്പ, തീറ്റ, ഫാൻഡം, മൊനേറോ, AR, അൽഗോറാൻഡ്, ഫ്ലോ, EGLD, മൾട്ടിവേഴ്സ് എക്സ്, ബിറ്റ് കോയിൻ SV, മിന, ടെസോസ്, EOS എന്ന് പറഞ്ഞാണ് ഇവർ ഇപ്പോൾ 20 ബ്ലോക്ക് ചെയിൻ ആയിട്ട് വെച്ചേക്കുന്നത്. സോ ഈ ഒരു ന്യൂസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പക്ഷേ ഇതിപ്പം നിലവിലത്തെ കാര്യമാണ് ഇവർ പറയുന്നത്. ഇനി ഇവർ ഇതിനകത്ത് ഒന്നിനും കൊള്ളില്ല എന്നുള്ള പറയുന്നത്. ഇപ്പം അറ്റ് ദ മൂമെന്റ് ഗുഡ് ഫോർ നത്തിങ് ആണ്. കാരണം കുറേ കാലമായിട്ട് മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ഒരു ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇവർക്ക് കൊടുക്കുന്ന ഇവാലുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ബ്ലോക്ക് ചെയിനിൽ നിന്ന് വരുന്നില്ല. സോ വി ഡെഫിനറ്റ്ലി നീഡ് ടു എക്സ്പെക്ട് മോർ. നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഇതുകൊണ്ട് ഇതിപ്പം ഇങ്ങനെ ഒരു ന്യൂസ് ചിലപ്പം ഇതിലേക്ക് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനുള്ള സാധ്യത ആവുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ ഈ ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്നല്ല പറയുന്നത്. അറ്റ് ദ മൂമെന്റ് ഭയങ്കരമായിട്ട് വാല്യുവേഷനും ഉണ്ട്, എന്നാൽ ഒരു രീതിയിൽ നല്ല രീതിയിൽ ആക്ടിവിറ്റി നടക്കാത്ത കുറച്ച് ബ്ലോക്ക് ചെയിൻസിന്റെ പേര് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ ടോക്കണിൽ ഞാൻ തന്നെ ഒരു 4-5 ടോക്കൺ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ ഞാൻ ഡിലീറ്റ് ചെയ്യാനും സെല് ചെയ്യാനൊന്നും പോകുന്നുമില്ല. ഐ വിൽ ബി കീപ്പിംഗ്, ലൈക്ക് ഞാനത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനത് മേ ബി ഇനി ചിലപ്പോൾ DCA ചെയ്യും, ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ബിറ്റ് കോയിൻ ആവും എന്നുള്ള പ്രതീക്ഷയിലല്ല, അറ്റ്ലീസ്റ്റ് തിരക്കില്ലാത്ത റിട്ടേൺ തരും എന്നുള്ള പ്രതീക്ഷ ഞാൻ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. എസ്പെഷ്യലി ഞാൻ പറയുന്നത് കാർഡാനോ ആണെങ്കിലും അൽഗോറാൻഡ് ആണെങ്കിലും ഫാൻഡം ആണെങ്കിലും നമ്മളിതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കാർഡാനോ, XRP ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, പല വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഇതിന് ഇതുവരെയുള്ള മൊത്തത്തിൽ ഇതിപ്പോൾ ഡേറ്റ് കിട്ടുന്നുണ്ട്, ഇവിടെ നിന്നിട്ടുണ്ട് പ്രൈസിങ് ഡാറ്റ ഓഫ് 3/19/2024, അതായത് മാർച്ചത്തെ ഡാറ്റ വരെ, മാർച്ച് വരെ, അതായത് ഈ വീഡിയോ ചെയ്യുന്ന അതുവരെയുള്ള ഇതാണ് പറയുന്നത്. അതിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നല്ല പറയുന്നത്. ബട്ട് അറ്റ് ദ മൂമെന്റ് ദീസ് ഓൾ ആർ ഗുഡ് ഫോർ നത്തിങ്. അതുകൊണ്ട് തന്നെ ഇവരെ ക്രിപ്റ്റോ സോംബീസ് എന്ന രീതിയിൽ, $1 ബില്യൺ സോംബീസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫോബ്സ് മാഗസിൻ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ശരിയാണോ, അതിൽ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എഗെയിൻസ്റ്റ് ആണോ, നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് ജോയിൻ പറഞ്ഞാലും മതി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.